മുരുക ഭക്ത സംഘടന LMRK അതിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണോ? ഒരു സംശയം ചോദിക്കാൻ കാരണം ചിലർ എന്നോട് ചോദിച്ചു, ഉജ്ജയിനി, തിരുപ്പതി, അയോധ്യ, പിന്നീട് ഡൽഹി, ഇവിടെയൊക്കെ LMRK പരിപാടികൾ സംഘടിപ്പിക്കുന്നു, യാഗങ്ങൾ നടത്തുന്നു, ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ രാജ്യവ്യാപകമായി, രാജ്യത്തിന് പുറത്ത് ആളുകളുണ്ട് അല്ലേ? ഈ പരിപാടിക്കൊക്കെ വിദേശത്ത് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ LMRKയുടെ ഒരു പ്രവർത്തന മേഖല വലുതാവുകയാണോ? ഉജ്ജയിനി നമുക്ക് ഓൾറെഡി പഴനിയെ പോലെ ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ്. എന്തിനാണ് ഈ സ്ഥലങ്ങളിലൊക്കെ യാഗം നടത്തിയത്? ഇതിപ്പോൾ നമ്മുടെ ഭഗവാന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ്. അതായത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഉള്ളിലും പുറത്തുള്ള ശത്രുക്കൾ രാജ്യത്തെ നിരന്തരം ആക്രമിക്കുന്ന സമയമാണ് ഈ മെയ് വരെയുള്ളത്. അതിന് ഭാരതത്തെ ദേവസേനാന്തര അനുഗ്രഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാന്റെ ഡയറക്ഷനിൽ ചെയ്യണ യാഗങ്ങൾ. മെയ് വരെ രാജ്യത്തിന് കുഴപ്പമുണ്ടാവും. പക്ഷെ ഇനി കുഴപ്പമില്ല. ജനുവരി തൊട്ട് ഇനി തിരിച്ചടിയാ. ഇതുവരെ ഉണ്ടായിരുന്നു, നമുക്ക് നോക്കി അറിയാം. കഴിഞ്ഞ മെയ് വരെ അല്ലേ? ഇല്ല, ഇനി വരണ മെയ് വരെ. കഴിഞ്ഞ മെയ് തൊട്ട് ഇനി വരണ മെയ് വരെ ആണ് പ്രശ്നം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനുവരി വരെ ആയിരുന്നു. ജനുവരി തൊട്ട് അങ്കിടടി തുടങ്ങി. അതിപ്പോ അത് പ്രതിരോധം കഴിഞ്ഞിട്ട് തുടങ്ങി. അപ്പൊ അവിടെ നിന്നുള്ളത് കുറയും. അതുവരെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നല്ല ശ്രമങ്ങൾ ഈ കഴിഞ്ഞ മെയ് തൊട്ട് ഈ ജനുവരി വരെ നല്ല ശ്രമങ്ങൾ പല രീതിയിലും ഉണ്ടായി. സാമ്പത്തികമായിട്ടും അല്ലാതെയും അതിർത്തിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി തിരിച്ചടിയുടെ സമയമാണ്. അപ്പോൾ ആ തിരിച്ചടി ഉണ്ടാക്കാൻ വരണം ഭഗവാന്റെ പവർ വരാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ അനുഗ്രഹം വരാൻ വേണ്ടിയിട്ടാണ് 4 സ്ഥലത്ത് ഭഗവാൻ. ഈ 4 സ്ഥലങ്ങളുടെ പ്രത്യേകത എന്താ? തിരുപ്പതി, ഉജ്ജയിനി, അത് ഇമ്പോർട്ടന്റ് ആ എനർജി പോയിന്റുകളാണ്. അയോധ്യ. ഈ സ്ഥലങ്ങളിലെ എനർജി പോയിന്റുകൾ എന്തൊക്കെയാ? അത് മുരുകനുമായിട്ട് ബന്ധപ്പെട്ട 4 എനർജി പോയിന്റാണ്. തിരുപ്പതിയിൽ എന്താ? തിരുപ്പതി ഉണ്ട് ഭഗവാൻ. ശരിക്കും പറഞ്ഞാൽ തിരുപ്പതി പറഞ്ഞാൽ മുരുകൻ തന്നെയാണ്. അത് നമ്മൾ കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ അങ്ങനെയുണ്ടോ? അങ്ങനെ തിരുപ്പതി ബാലാജി എന്ന് പറഞ്ഞാൽ മുരുകൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. അത് കഥ തന്നെയുണ്ട്. ഞാൻ അതിലേക്ക് പോകണില്ല. ശരി ശരി ശരി, ഒരു ആശയക്കുഴപ്പം വേണ്ട. നമ്മളായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പമാണ്. അപ്പൊ അയോധ്യയിലോ? അയോധ്യയും പവർഫുള്ളായി സ്കന്ദലോകമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഡൽഹി അടക്കം. എന്ത് സ്കന്ദലോകം എന്ന് പറഞ്ഞാൽ എന്താ? മുരുകാന്റെ ലോകം. അത് എവിടെയൊക്കെ വരും? അതൊരു നമ്മളെ പറയാ ഒരു സ്പിരിച്വൽ വേൾഡാണ്. അതൊരു വേറൊരു ആത്മീയ ലോകമാണ്. ഈ ആത്മീയ ലോകം അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ നമ്മൾ മിറർ വേൾഡ് യൂണിവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് സയൻസിൽ. അതായത് ഡാർക്ക് മാറ്റർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മാറ്റർ കൊണ്ട് ഉണ്ടാക്കിയതിലും മെറ്റീരിയലും അത് സ്പിരിച്വലാന്നുള്ളത്. അപ്പോൾ അവർ കണക്ട് ചെയ്യാൻ മിറർ എന്നുള്ള സങ്കല്പം. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആവാം ശ്രീനാരായണ ഗുരുദേവൻ ഇല്ല മിറർ കണ്ണാടി ഗുരു ഇതുപോലെ പഴനിക്ക് പോയിട്ടുണ്ട്, മുരുകന്റെ ആളായിരുന്നു. അപ്പൊ ആ ഒരു എനർജി കൂടുതൽ കിട്ടാനുണ്ടാവും. ഇത് ഇനി വല്ലലാർ സിദ്ധരുടെ ഹിസ്റ്ററി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വല്ലലാർ സിദ്ധർക്ക് കണ്ണാടിയിൽ മുരുകൻ ദർശനം കൊടുത്തു എന്നാ പറയണത്. അപ്പൊ ഇതൊരു കണക്ഷൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും ലോകങ്ങളായിട്ടുള്ള കണക്ട്. പിന്നെ ഉജ്ജയിലിരുന്നിട്ടാണ് നമ്മുടെ കാളിദാസൻ സ്കന്ദലോകത്തിനെ കുറിച്ച് വർണ്ണിച്ച് എഴുതിയിട്ടുള്ളത്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് എനർജി പ്ലേസുകളാണ്. ഈ എനർജി പ്ലേസുകളിൽ യാഗം നടത്തി ഭാരതത്തിന് ശക്തി പകരുക, ഇതിനെയൊക്കെ പ്രതിരോധിക്കുക. അടുത്ത മെയ് 1 നമ്മുടെ അഗ്നിയാഗം വരുന്നതിന് മുമ്പ് ഇത് ചെയ്യുക. അതിന് പ്രകാരം ശരിക്കും പറഞ്ഞാൽ 40 ദിവസത്തിനുള്ളിൽ 6 വലിയ പരിപാടിയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിൽ. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ അതിലും ഇപ്പൊ ഡിസംബറിലും ജനുവരിയിൽ നിന്നൊക്കെ ഉത്തരേന്ത്യ വരെ തണുത്ത് ആ ലെവലിൽ നിൽക്കുന്ന സമയം. അയോധ്യയിൽ ഒരു 10 ഡിഗ്രി, ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ 10 ഡിഗ്രി, ഉജ്ജയിലും ഒക്കെ തണുത്തിരിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് നേരെ ഷിഫ്റ്റ് ചെയ്ത് തിരുപ്പതി. അതിനിടയിൽ തിരുവനന്തപുരത്ത് ഗോപാൽജിയുടെ അന്താരാഷ്ട്ര മുരുക സമ്മേളനത്തിൽ നമ്മൾ പ്രധാന ഒരു പങ്കുവച്ചു. അവർ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ഇന്നലെ കുംഭമേളയിൽ സ്വാമിയാനന്ദപുരം ഭാരതിയുടെ ക്ഷണപ്രകാരം തൈപ്പോയ ദിവസം നമ്മളാണ്. ഈ ഒരു 30 ദിവസത്തിനുള്ള 6 വലിയൊരു പരിപാടി ചെയ്യാന്നുള്ളത്, ഏറ്റെടുത്ത് ചെയ്യാന്നുള്ള വലിയൊരു ദൗത്യം LMRK ഉണ്ടായിരുന്നു. ഭഗവാൻ സഹായിച്ച് നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീം അംഗങ്ങളും നമ്മുടെ ആൾക്കാർ ലോകത്തിൽ പല ഭാഗത്ത് വരാൻ പറ്റാത്ത ആൾക്കാരെന്നാണ് നമ്മളെ കൂടുതൽ സഹായിക്കണം. അത് നടക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ന് വിശ്വസിക്കുന്ന വിദേശത്ത് എത്ര പേരുണ്ട് അറിയാം, രാജ്യസ്നേഹം കൊണ്ട്. അപ്പൊ അവരൊക്കെ എല്ലാവരും കൂട്ടിച്ചേർന്ന് ഡിസംബർ 22 അയോധ്യയിൽ ചെയ്തു. അത്രയും തണുവായിരുന്നു. പക്ഷെ എത്രയോ ആൾക്കാർ ഈ തടസ്സങ്ങൾ മാറി. അന്നാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് സമയമാണ്. എന്നിട്ട് അതൊക്കെ താണ്ടി എത്രയോ ആൾക്കാർ അവിടെ എത്തിയറിയാം. നമ്മൾ അത് കഴിഞ്ഞു. അവിടെ നിന്ന് നേരെ ഡിസംബർ 26 ഉജ്ജയിനിലേക്ക് പോയി അവിടെ ചെയ്തു. തിരിച്ചു വന്നു വേഗം ജനുവരി 29 തിരുപ്പതി പോയി. അവിടുന്ന് അതിൻ്റെ ഇടയിലാണ് പിന്നെ 16, 17, 18 തിരുവനന്തപുരത്ത്. അവിടെ എത്തി നേരെ പിന്നെ ഡൽഹിയിൽ ജനുവരി 26 എത്തി. അവിടെയും ഭയങ്കര തണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് കുംഭമേളയിലേക്ക് പോയ ദിവസം ഇന്നലെ ലാൻഡ് ചെയ്ത് ഇന്ന് അങ്ങടെ മുമ്പിലിരിക്കുക. അപ്പോൾ ഈ
വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിൽ രാജ്യത്തിന് വേണ്ടി ചെയ്യും. അവസാനം എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനുവരി 26 നമ്മുടെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു തരികയാണ്, നിങ്ങൾ ചെയ്തതിന്റെ ഫലം ഇതാ വന്നിരിക്കുന്നു, അതിന്റെ തെളിവുകളായിട്ട് ഇതാ രാഷ്ട്രപതിയും അതിന്റെ തെളിവുകളായിട്ട് റിസൾട്ട് ഇതാ കരാർ ഒപ്പുവെക്കണു എന്ന് പറയുമ്പോൾ കിട്ടുമ്പോൾ ഞാനൊരു ഭഗവാന്റെ ഒരു എന്താ പറയുക, എൻ്റെ ബോസാണ് മുരുകൻ. ആ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ ഭഗവാന്റെ മുമ്പിൽ ഒരു സല്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. അല്ല, ഇതിനകത്ത് ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ ഭക്തി നല്ലതാണ്, ഭക്തിക്കൊന്നും നമ്മുടെ എതിരല്ല. പക്ഷെ ഭക്തി എന്തിനാണ് ദേശീയതയും അതുവഴി രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തുന്നത്? ഭക്തി നമുക്ക് പേഴ്സണലാണ്, ശരിയാണ്. ആ ഭക്തി പല രീതിയിൽ ഉപയോഗിക്കാം. ഒരാൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഒരാളുടെ സ്പിരിച്വൽ ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ചില ആൾക്ക് അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഭക്തി ഉപയോഗിക്കാം. ചിലവർക്ക് മറ്റുള്ളവർക്ക് പൂജ ചെയ്ത് അവരുടെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കാം. പക്ഷെ ഇത് മാത്രമാണ് ഭക്തി. ഭക്തി നമ്മുടെ ദേശീയതയായിട്ട് ബന്ധപ്പെടുത്തണം. നമ്മുടെ ഭക്തി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഭക്തി. നമ്മൾ ജീവിക്കുന്ന രാജ്യമാണ് ഏറ്റവും വലുത്. ആ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഭക്തി ഉപയോഗിച്ച് ആ ഭക്തിയുടെ എനർജി രാജ്യത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന്, ആ ഒരു പൗരന് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ കാര്യമാണ്. ആ കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരെ അത്രത്തോളം അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അങ്ങേ കുറെ ആളുകൾ പുലഭ്യം പറയുന്നത്. അത് പുലഭ്യം പറഞ്ഞോട്ടെ, അവര് നാടൻ ഭാഷയിൽ പറഞ്ഞ് മാറി ചൊറിഞ്ഞോട്ടെ. ഞാനും ആലോചിക്കുന്നത്, ഈ ഭക്തിയുണ്ട്, ഭക്തിയുള്ള ഒരാൾ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് എൻ്റെ രാജ്യം ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമാണ്, അമരമാവണം എൻ്റെ രാഷ്ട്രം, വിശ്വവിശ്രുതി നേടണം എന്ന് നമ്മൾ ഗണഗീതത്തിൽ പോലും പറയുന്നുണ്ട്. അല്ല, അത് പറയാനുള്ള അവകാശമില്ലേ? ഒരു പൗരൻ എന്നുള്ള ദേശസ്നേഹി എന്നുള്ള ഒരു ലെവലിൽ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എൻ്റെ രാജ്യം നന്നാവണം, എൻ്റെ രാജ്യം ലോകത്ത് ഒന്നാവണം എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? അത് എനിക്ക് മറ്റുള്ളവരോട് അത് ചെയ്യണം എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഞാൻ രാജ്യത്ത് പോകുമ്പോഴേക്കാണെന്നല്ലോ പറയണത്, രാജ്യം നന്നാക്കാനല്ലേ പറയണത്. രാജ്യത്തിന് വേണ്ടി കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് ആർക്കാ ബുദ്ധിമുട്ട്? മറ്റേ മോഹൻലാൽ പറയും, താടി ഇരുന്ന് ആർക്കടെ പ്രശ്നം കേൾക്കുന്നത്, ആർക്കാ ബുദ്ധിമുട്ട്? അതാണ്, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വളരെ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിനൊന്നും അങ്ങ് മറുപടി പറയാൻ പറ്റില്ല. എനിക്കൊന്നും ഒരുപക്ഷെ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിലാണ് ഇത്രയെങ്കിലും പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ മീറ്റിങ്ങുകളൊക്കെ കാണുന്നത്, അങ്ങ് അവിടെ ഒന്നും മറുപടി പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ മറുപടി പറയണം, എന്നിട്ട് ആ മറുപടിയിൽ പിടിച്ച് ഞാൻ അടുത്ത വിവാദം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ വിട്ടുകളയാം അല്ലേ? അവർക്ക് രാജ്യം പ്രധാനമല്ല. എവറസ്റ്റ് കയറാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ വഴിയിൽ പട്ടി കുറച്ചാൽ തിരിഞ്ഞു വെട്ടി പോവുക ഇല്ല, തീരുമാനിച്ചുറച്ചോ കയറിയിട്ട് അല്ല. അവർക്ക് രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ വേണം ഭക്തിയൊക്കെ നടത്തിക്കോ, പക്ഷേ എൻ്റെ രാജ്യം അവസാനം ജയ് പഴനി അണ്ടവ എന്ന് പറഞ്ഞിട്ട് ജയ് ഭാരത് എന്ന് പറയുന്നു. അതെന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് അതിനുള്ള അവകാശം ഒരു പൗരൻ എന്നുള്ള ലെവലിൽ ഏറ്റവും മിനിമം അവകാശം എനിക്കില്ലേ? ഏറ്റവും മിനിമം ഒരു ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മിനിമം അവകാശം, ഞാൻ എൻ്റെ രാജ്യം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഇത്ര വലിയ തെറ്റാണോ? അത് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പ്രേക്ഷകരെ, ഞാൻ രജിജിയായിട്ട് എത്രയോ 30-ലേറെ, എനിക്ക് പോലും ഇപ്പോൾ എണ്ണ അറിയില്ല എത്ര വീഡിയോകൾ ചെയ്തു. ആ വീഡിയോകളിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അദ്ദേഹമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യാനുള്ള കാരണം എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഭക്തി വിൽക്കുന്ന ആളല്ല, മറിച്ച് ഭക്തിയുടെ കൂടെ അദ്ദേഹം ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുന്നു, നമ്മുടെ സൈന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ രാജ്യം, ഞാൻ നേരത്തെ ഗണഗീതത്തിലെ വരികൾ പറഞ്ഞു, അമരമാവണം എൻ്റെ രാഷ്ട്രം, വിശ്വവിശ്രുതി നേടണം എന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഗണഗീതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ രാജ്യം ഏറ്റവും ശ്രേഷ്ഠമാവണം എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഒരാളെ കല്ലെറിയാൻ നിൽക്കുന്ന ചില ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് പ്രേക്ഷകരോട് സംസാരിപ്പിക്കണമെന്ന് എൻ്റെ ഒരു വാശിയാണ്. പക്ഷേ ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, എന്തിനാണ് മെയ് 1 അഗ്നിയാഗം നടത്തുന്നത്? ഇതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് ഈ യാഗങ്ങളുടെയൊക്കെ കാരണം 2 യാഗം കൂടി എനിക്ക് ബാക്കിയുള്ളൂ. ഭഗവാൻ 6 യാഗം പറഞ്ഞു, 4 കഴിഞ്ഞു, 5ാമത്തെ യാഗമാണ് അഗ്നിയാഗം. അതിൻ്റെ ഇടയിലാണ് ഈ ശത്രുക്കളെയൊക്കെ തകർത്ത് ഭാരതം ഏറ്റവും പവർഫുള്ളായി എത്തേണ്ട സമയമാണത്. അതിന് 6ാമത്തെ യാഗം എന്ന് പറഞ്ഞാൽ പട്ടാഭിഷേകമാണ്. 6ാമത്തെ യാഗം ടൈം കാലത്തിൻ്റെ യാഗമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യാഗമാണ് മെയ് 1 വരെ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യുന്ന ഒരുക്കങ്ങളായിരുന്നു ഈ പറഞ്ഞ തുടർച്ചയായ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്തതില്ല. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഭഗവാൻ സാധിച്ച് കാണിച്ചു തന്നു. ഈ അഗ്നിയാഗം എവിടെയായിരിക്കും തീരുമാനിച്ചു? അറിയില്ല, ഭഗവാൻ പറയുമ്പോഴേ അറിയുള്ളൂ. ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു 10-40 ദിവസത്തെ ഒരു പക്ഷേ മെയ് 1 സമയമില്ല. പക്ഷേ എനിക്ക് എന്തായാലും ഈ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം അപ്പോൾ ഓട്ടോ ഒക്കെ ഓടി, അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം പഴനിയിൽ പോയി ഭഗവാനൊന്ന് പ്രാർത്ഥിച്ച് വന്നിരുന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസമുള്ളൂ. 3 മാസമുള്ളൂ. ഈ പറഞ്ഞ പോലെ ഇത് 40 ദിവസം കൊണ്ടാണ്, മറ്റേ 90 ദിവസത്തിനുള്ളിൽ ചെയ്യണം. പക്ഷെ കുറച്ച് ദിവസം എന്തായാലും റെസ്റ്റിലേക്ക് പോയിട്ടാണ്. കാരണം വല്ലാത്ത ഓട്ടമായിരുന്നു ഈ ദിവസങ്ങൾ. കാരണം എളുപ്പമല്ല, നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ഇത്രയധികം ആൾക്കാരെ ഒന്നിച്ച് ചേർത്ത് ഇത്രയധികം ഒരുക്കങ്ങൾ നടത്തിയൊരു കാര്യം ചെയ്ത് ഇതൊക്കെ തിരിച്ച് ഒരു സന്തോഷത്തോടു കൂടി പോകണം, ആഹ്ലാദത്തോടു. അത്ര കാര്യം എളുപ്പമല്ല കോർഡിനേഷൻ. പക്ഷെ നമുക്ക് പോകാൻ സാധിച്ചിട്ട് ഞങ്ങൾ
ഒരു അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഈ അല്ലെങ്കിൽ പട്ടാഭിഷേകം എന്താണ്? അതായത് ലോകത്തിന് മുമ്പിൽ ഭാരത മുരുകന്റെ അതാണ് ടൈം എന്ന് പറഞ്ഞാൽ മുരുകന്റെ ഒരു ഭഗവാന്റെ പട്ടാഭിഷേകം അങ്ങനെയാണോ? മുരുകന്റെ ഒരു സിംഹാസനം വെച്ച് ലാസ്റ്റ് യാഗത്തിൽ അപ്പോഴേക്കും ഭാരതത്തിന്റെ ഏറ്റവും അതെന്താണെന്ന് അറിയില്ല അല്ലേ? ഈ അഗ്നിയാഗം കഴിഞ്ഞിട്ടാണ് അടുത്തേക്ക് വരുള്ളൂ. അതെന്താണെന്ന് അറിയില്ല. അത് വരണ അപ്പൊ ഇങ്ങനെ ഈ ഓരോന്നായിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നാണോ ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നത്, ഡിവൈൻ മെസ്സേജ്? അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ 2022 എഴുതിയ പുസ്തകത്തിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഡ്യൂട്ടികൾ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അല്ല മറ്റേ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ പോക്കോന്ന് ഭഗവാൻ പറഞ്ഞ തമാശ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്ക് നമ്മൾ ലക്ഷ്യത്തിലെത്തിയ ആവശ്യം ഉണ്ടാവില്ല. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നീ വീട്ടിൽ പോക്കോന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യണതാ. അത് കഴിഞ്ഞു ശരി നീ എല്ലാം ഭംഗിയായി ചെയ്തോ, നീ വീട്ടിൽ പോക്കോന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ പോകും. അല്ല, ഈ കുംഭമേള നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് തീരുകയാണ്. കുംഭമേളയല്ല, മാഘമഹം. കുംഭമേള 2028 വരുന്നത്. അതിൻ്റെ മുന്നൊരുക്കം വന്നതിൽ അടുത്ത വർഷവും ഇതിലും വിപുലമായിട്ട് നടക്കും. 2028 കേരള കുംഭമേള നടക്കുന്നത്. അവിടെ നമുക്കൊരു പ്രോഗ്രാം LMRK കിട്ടി. LMRKയുടെ ഞാൻ സത്യത്തിൽ അന്തം പെട്ടുപോയി കേട്ടോ. കാരണം ആയിരക്കണക്കിന് ആളുകളാണ് LMRKയുടെ ആ പതാക പിടിച്ച് ആ തൊപ്പിയൊക്കെ വെച്ചിട്ട് അവിടെ പങ്കെടുത്ത്. എന്തൊരു വെയിലായിരുന്നു ആ പൊരി വെയിലിൽ. അവിടെ നിന്ന് അവിടെ പിന്നെ കാവടി ഉണ്ടായിരുന്നു, കളരിപ്പയറ്റുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ പുണ്യസ്നാനം കഴിഞ്ഞിട്ട് ആണ്ടിയൂട്ടും കഴിഞ്ഞ് പോകുന്ന ആളുകൾ. അല്ലെങ്കിൽ ഈ കരിഞ്ഞു പോകുന്ന വെയിലിൽ അവർ വലിയ സമർപ്പണ ഭാവത്തോടെ നിൽക്കുന്ന ആളുകളെ കണ്ട് എങ്ങനെയാണ് ഈ ആളുകളുടെയൊക്കെ മനസ്സിലേക്ക് കയറി പറ്റുന്നത്? അത് രണ്ട് കാര്യം. ഒന്ന് ഭഗവാന്റെ അനുഗ്രഹം. ഭഗവാൻ പറയണത് മാത്രം ചെയ്യുന്നതുകൊണ്ട് ആ ശക്തി ഉണ്ടാവും. രണ്ടാമത് ഗുരുമൂർത്തി എന്നോടൊരു വാചകം പറഞ്ഞു, സിംപ്ലിസിറ്റിയാണ് LMRK ജനങ്ങളിലേക്ക് അടുപ്പിച്ചത്. ഒന്ന് എൻ്റെ ഒരു സിംപ്ലിസിറ്റി, ഒന്ന് നമ്മൾ പറയണതിൽ കൺഫ്യൂഷൻ ഇല്ല, സിമ്പിളായിട്ട് കാര്യം. മുരുകൻ പ്രാർത്ഥിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആർക്കും അറിയാത്തതൊന്നുമില്ല. ഏറ്റവും മിനിമം മുരുകനെ കുറച്ച് റോസപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഓം ശരവണഭവ ജപിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആർക്കും കൺഫ്യൂഷൻസ് ഇല്ല. ഞാൻ ഇന്നലെ നവാമുകുന്ദൻ്റെ മണപ്പുറത്ത് മുരുക പൂജ കഴിഞ്ഞ് ആ ദീപം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ആളുകളെങ്ങനെയാണെന്ന്. ഞാൻ അക്കൂട്ടത്തിൽ ശ്രദ്ധിച്ചത് നമ്മുടെ കേരളത്തിലെ മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവരം സ്വാമി ആ ദീപത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഔന്നത്യത്തിൽ കാണുന്ന, കേരളത്തിൽ ഏറ്റവും വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മഹാമണ്ഡലേശ്വർ വരെ ആ പൂജയിൽ ഒരു ഭക്തനായി പങ്കെടുത്തു. തീർച്ചയായും അദ്ദേഹം അന്ന് ഫസ്റ്റ് ഇത് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ എന്നെ കണ്ടിരുന്നു. ഞാൻ വലിയ ആളായിട്ടല്ല, ഈ പരിപാടി ഉണ്ട് LMRKയുടെ തൈപ്പൂയ ദിവസം ഉണ്ടാവണം എന്നുള്ളൊരു സന്ദേശം എനിക്ക് തോന്നി. അത് അപ്പോൾ ആള് പറഞ്ഞു LMRK ആയ കാരണം ജനങ്ങളെത്തും എന്നുള്ളൊരു അപ്പോൾ അവരൊരു വിശ്വാസത ഉണ്ടായിരുന്നു. എന്നിട്ടും പറഞ്ഞിരുന്നു അദ്ദേഹം. കാരണം നമ്മുടെ ചാനലിലൂടെയാണ് അദ്ദേഹം ഈ കുംഭമേള എന്നുള്ള ആശയം അനൗൺസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു LMRK ഉണ്ട്, ഒരു ദിവസം LMRK ആണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ഞാൻ ഭയങ്കര ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം ഇറങ്ങി പണിയെടുക്കാൻ അറിയുന്ന ആളാണ്. അതാണ് അത് സന്യാസി എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കൃഷ്ണനെ പോലെയാണ്, പണിയെടുക്കും. അത് അതിൻ്റെ ഗുണം കാണിക്കുക. അയാൾ നേതൃപാടവും കഴിവുള്ള ആളാണ്. അതായത് എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ബഹുമാനം. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്യും ഉറപ്പായിട്ടും, അതിനുള്ള കഴിവുള്ള. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ഒപ്പം നിൽക്കണമല്ലോ, ആ ഒപ്പം അത് നിന്നു. ഈ ആനന്ദവനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹിന്ദു ഉണർവുണ്ട്. അക്കൂട്ടത്തിൽ LMRKയുടെ ഈ വലിയ ശക്തിയും കൂടെ ചേരുമ്പോൾ അതൊരു വലിയ മഹാശക്തിയായിട്ട് മാറും. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇത് പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. LMRKയുടെ ശക്തി ഭഗവാന്റെ അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഭഗവാൻ വിട്ടിരിക്കുന്ന കുറച്ച് ഭൂതഗണങ്ങളുണ്ട് രതിജിക്ക്, LMRKയുടെ ഗ്രൗണ്ട് ഫോഴ്സ്. എന്തൊരു നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് അവർ. ഞാൻ ഇന്നലെ സേവാഭാരതിയുടെ പ്രവർത്തനം കണ്ടു. ഈ 2 ആഴ്ച തിരുനാവ മണപ്പുറത്ത് അവിടെ ഒരു കടലാസ് പോലും വേസ്റ്റില്ല. അത്ര വിശുദ്ധമാക്കി അതിനെ പരിപാലിക്കുന്നത് എവിടെ നോക്കിയാലും സേവാഭാരതിയുണ്ട്. അതുപോലെ സേവാഭാരതിയുടെ ആളുകൾ പ്രവർത്തിക്കുന്നത് പോലെയാണ് LMRKയുടെ ഗ്രൗണ്ട് ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ എവിടെ നിന്നൊക്കെ വരുന്ന ചെറുപ്പക്കാരികളും മാത്രമല്ല അബാലവൃദ്ധം ആളുകളും അതിനകത്തുണ്ട്. എല്ലാവരും മുരുകഭക്തി ദേശഭക്തിയും കൊണ്ട് വരുന്നതാണ്. നമ്മൾ പറയുന്ന ഈ രണ്ടും ഭക്തിയും ആത്മീയതയും ഇഷ്ടപ്പെട്ട് ആത്മീയതയും ദേശസ്നേഹവും ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേറെ ഒന്നും അതിൽ പ്രതീക്ഷയില്ല. നമ്മൾ ചെയ്യാൻ വരുന്ന ഡ്യൂട്ടി ചെയ്യുക. ഇതിൽ വേറെ ഒരു ഇതുണ്ട്. മുരുകൻ എന്നോട് പറയണു അത് ഞാൻ ചെയ്യാൻ എൻ്റെ കർമ്മം, ഞാൻ ഇവരോട് പറയണു അവർ ചെയ്യാൻ അവരുടെ കർമ്മം. ഈ കർമ്മങ്ങൾക്ക് അപ്പുറം ഞാൻ ചിന്തിക്കാറില്ല, അവരും ചിന്തിക്കാറില്ല. നമ്മുടെ പണിയെടുക്കണു, ഭംഗിയാക്കി തീർത്തു, ഭഗവാനെ നമ്മൾ ചെയ്തു, ഇതെല്ലാം ഞാൻ വീട്ടിൽ പോകണം, അവരും വീട്ടിൽ പോകണം. അതിനപ്പുറമുള്ളൊരു ചിന്തകളില്ലാത്ത ആൾക്കാരെയാണ് ഭഗവാൻ നമ്മുടെ കൂടെ നിർത്തിയിരിക്കുന്നത്. അതിനൊരു ഗുണം അവസാനിച്ച് എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ
എന്താ പറയുക, എന്നോട് ചില ആളുകൾ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചു. കാരണം അങ്ങേ ഇഷ്ടപ്പെടുന്ന പോലെ ഒരുപാട് ആളുകൾ ലോകത്തെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഭാവി എന്താണ്, മോദിജിയെക്കുറിച്ച് എന്താണ് രജിത്ജിക്ക് പറയാനുള്ളതെന്ന് ചോദിക്കണമെന്ന് എന്നോട് ചില പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു സ്പിരിച്വൽ പേഴ്സണാണ്, ഡയറക്ഷൻ കിട്ടുന്നുണ്ട്. അദ്ദേഹം നമ്മൾ സഞ്ചരിക്കണതിൻ്റെ വേറെ സൈഡിൽ കൂടെ അദ്ദേഹം അത് പ്രാവർത്തികമായിട്ട് പാരലായിട്ട് നടക്കും. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജനുവരി 26 ആ വസ്ത്രം സെലക്ട് ചെയ്ത് അത് തീരുമാനിച്ചിട്ട് വരില്ല, വെറുതെ ഇട്ട് വരില്ലല്ലോ, ഡിസ്കഷൻ അത് തീരുമാനിച്ച്. അപ്പോൾ ഈ അടയാളങ്ങൾ കൊണ്ടുപോകണ്ട അദ്ദേഹം എന്താ പറയുക, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക, ലോകം ഭാരതം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ആളൊരു എന്താ പറയുക, വേറെ ഒന്നും പറയല്ലേ, അത്രയും ഉയരത്തിൽ ഭഗവാൻ മുരുകൻ മോദിയുടെ കൂടെ ഉണ്ട്, ഒരു സംശയമില്ല. കാരണം നമുക്ക് കിട്ടിയ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സംശയമില്ല, അത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അത് തന്നെയാണ് ചെയ്തു പോണത്. അത് ഓരോ വട്ടം നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങൾ എങ്ങനെ ഇത് കറക്റ്റായിട്ട്, അതെ അതെ, നമ്മളൊരു 4 കിലോമീറ്ററിൻ്റെ വ്യത്യാസമല്ലേ ഉണ്ടാവുള്ളൂ, അതെ, അവിടെ നിന്ന് അത്ര ദൂരം അതെങ്ങനെ ഇത്ര കറക്റ്റായിട്ട് തരണം. അപ്പോൾ അദ്ദേഹത്തിന് ഡയറക്ഷൻ കിട്ടുന്നുണ്ട്, അത് ഉറപ്പാണ്. ഏതായാലും നമുക്ക് സന്തോഷകരമായ വർത്തമാനമാണ് രജിജിയുമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉണ്ടാവുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. രജിജിയുമായിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മൾ ഇനിയും തുടരും.